നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിന്റെ നിശബ്ദത എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ്? ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി എന്നേക്കുമായി നിങ്ങളുമായി കൂടിച്ചേരുവാനാണ് താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തി ഇപ്പോൾ പല കാര്യങ്ങളും പല രീതിയിലും മാറ്റി പറയുന്നുണ്ട്. ശത്രുക്കളോടെന്ന പോലെ ശത്രുക്കളുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എല്ലാ തരത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് സാധ്യമാവാത്ത വിധത്തിലുള്ള തടസ്സങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എല്ലാ തരത്തിലും നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായ മാറ്റങ്ങളും തീരുമാനങ്ങളും കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല കാര്യങ്ങളും അവസാനിക്കുന്നതായി നമുക്കിവിടെ കാണാം. പല കാര്യങ്ങൾ അവസാനിക്കുന്നതിന്റെ അർത്ഥം പുതിയ കാര്യങ്ങളുടെ തുടക്കം കൂടിയാണ്. എല്ലാ കാര്യവും അവസാനിച്ചു പോകുന്നു എന്നുള്ളതല്ല അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നിങ്ങളുമായി ഒരുമിക്കുന്ന കാര്യത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അവസാനിക്കുകയും നല്ല കാര്യങ്ങളുടെ തുടക്കവുമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അമിതമായി തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ വ്യക്തി ഒറ്റക്കിരുന്ന് കരയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ആരോടും പരാതിപ്പെടാനോ ആരോടും ഈ വ്യക്തി മനസ്സ് തുറക്കാനോ തയ്യാറല്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. കാരണം ഈ പേഴ്സൺ ഒരു കാരണവശാലും നിങ്ങളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ വ്യക്തി തിരിച്ചറിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളുമായി ഒന്നിക്കുവാൻ വേണ്ടി ഈ പേഴ്സൺ എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരാൻ ഈ പേഴ്സൺ നന്നായി തന്നെ പരിശ്രമിക്കുക തന്നെ ചെയ്യും. ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം തന്നെയാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല വിധത്തിലും തേർഡ് പാർട്ടി എന്ന പേരിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പല വ്യക്തികളും കടന്നു വന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അവരെല്ലാം നല്ലവരാണെന്ന് ഈ വ്യക്തി ചിന്തിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുകയും നിങ്ങളെ മാറ്റി നിർത്തുകയും ആണ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരിക്കലും നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് മൂലം അല്ല. ഈ വ്യക്തിയുടെ അടുത്തേക്ക് വന്ന ആ ഒരു മോശപ്പെട്ട വ്യക്തികളുടെ സാന്നിധ്യം കാരണം, അവരുടെ ശക്തമായ മാനിപ്പുലേഷൻ കാരണം അവര് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയുടെ മനസ്സ് മാറ്റിമറിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ആദ്യമേ തന്നെ ഓർമ്മ വരുന്നത് അനാവശ്യമായിട്ടുള്ള ശത്രുക്കളുടെ സാന്നിധ്യം എന്നേക്കുമായി ഇല്ലാണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ മാത്രമേ നിങ്ങളുമായി സ്വസ്ഥമായി മനസ്സ് തുറന്ന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള നിങ്ങളോടുള്ള സ്നേഹം കാത്തു സൂക്ഷിച്ചു വെച്ചുകൊണ്ട് വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രാക്ടിക്കലായി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കുക എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങളുമായി എങ്ങനെയെല്ലാം സന്തോഷകരമായി സമാധാനത്തോടെ ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഈ വ്യക്തിക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഇനി ഇങ്ങനെ അനുഭവിക്കാനും ഓരോ ഓരോ പ്രശ്നങ്ങളിൽ പോയി ചാടുവാനും, അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുവാനും അപകീർത്തിപ്പെടുവാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുടെ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റാരെയും കൊണ്ടും സാധിക്കുകയില്ല എന്നുള്ളതും ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്.
ഈ വ്യക്തിയുടെ കഠിന ഹൃദയം അലിഞ്ഞില്ലാതായിരിക്കുകയാണ്. കാരണം എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ വ്യക്തിയുടെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നും ഈ വ്യക്തിക്ക് നന്നായി അറിയാം. അതുപോലെ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ സങ്കല്പിക്കാനും ഈ വ്യക്തിയെ കൊണ്ടും സാധിക്കുകയില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായി തന്നെ ഈ വ്യക്തി അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുകയാണ്. തന്റെ ജീവിതത്തിൽ എന്നെങ്കിലും പുതിയൊരു മാറ്റം ഉണ്ടാകുമെന്നും നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് ഒരുപാട് വഴി തെളിയുമെന്നും ഈ വ്യക്തി ചിന്തിക്കുകയാണ്. അതുമാത്രമല്ല, നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഈ വ്യക്തി നന്നായി തന്നെ പരിശ്രമിക്കുന്നുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ഒരുപക്ഷെ നോക്കുമ്പോൾ ഈ വ്യക്തി പ്രത്യേകിച്ച് ചെയ്യുന്നതായി കാണണമെന്നില്ല. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈ വ്യക്തി ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കാം നിങ്ങൾ കാണുന്നത്. പക്ഷെ പുറമേ കാണിച്ചുകൊണ്ട് ഈ വ്യക്തി ഒന്നും തന്നെ പരിശ്രമിക്കുന്നില്ല. ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ മറ്റാരും കാണാതെ മറഞ്ഞു നിന്നുകൊണ്ട് നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതിൽ പലതും നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാൽ ഒറ്റ നോട്ടത്തിൽ ഈ വ്യക്തിയെ നോക്കുമ്പോൾ ഈ വ്യക്തി ഒന്നും ചെയ്യുന്നില്ലല്ലോ, നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിനോട് താല്പര്യമില്ലേ എന്നിങ്ങനെയുള്ള 1000 ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രണയബന്ധത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ പരാജയമെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് അതൊരു വിജയത്തിന്റെ ചവിട്ടുപടിയിലേക്ക് കൊണ്ടുവരാൻ തന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ പറയാതിരിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം നന്നായി തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. അതുമാത്രമല്ല, ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു പോയത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി നല്ല രീതിയിൽ ആത്മീയപരമായി ഉയർന്നു എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ആത്മീയപരമായിട്ടുള്ള ചിന്തകളും ഭൗതിക സുഖങ്ങളോടുള്ള താല്പര്യക്കുറവും ഇതെല്ലാം തന്നെ ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന പ്രകടമായ മാറ്റങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ള ചിന്ത കൂടി ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വ്യക്തിക്ക് നന്നായി അറിയാം. നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം വട്ടപൂജ്യമായിരിക്കും എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മെസ്സേജോ കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അറിയിപ്പ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായി കാണപ്പെടുന്നു. കാരണം ഈ വ്യക്തി നിങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും കാലം ഒരുപക്ഷെ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ നിങ്ങളുമായി ഈ വ്യക്തി മിണ്ടാതിരുന്നിട്ടുണ്ടാകാം. പക്ഷെ അതിനർത്ഥം ഈ വ്യക്തി നിങ്ങളെ മറന്നു എന്നല്ല, നിങ്ങളെ വേണ്ടാന്ന് വെച്ചു എന്നല്ല. നിങ്ങളുമായിട്ടുള്ള തുടക്കത്തിന് വേണ്ടി തന്നെയാണ് ഈ വ്യക്തിയും കാത്തിരിക്കുന്നത്. ഈ വ്യക്തി എല്ലാ തരത്തിലും ദൈവാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലും കൂടിയാണ്. അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി നന്നായി പരിശ്രമിക്കുകയുമുണ്ട്. അതും നമുക്കിവിടെ പറയാതിരിക്കാനാകുന്നില്ല എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ എന്തായാലും പുതിയ പുതിയ മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പ്രണയബന്ധത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾ നിശബ്ദമായിരിക്കുന്നതൊന്നും തന്നെ ഈ വ്യക്തിക്ക് സഹിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ നിങ്ങളും ഒരുപാട് വേദനിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് അത് സഹിക്കാനാകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അപ്പോൾ ഇതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വായന തുടങ്ങുമ്പോൾ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.